12 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഞങ്ങളിന്ന് പിരിഞ്ഞു. കോടതിയിൽ 7-8 വർഷമായിട്ടോ കേസ് നടക്കുന്നു. കാരണം എന്നെ വേണ്ട എന്ന് പറഞ്ഞ് നടന്ന് ഞാൻ തീർത്തും കേസ് നടക്കുമ്പോഴൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ കോടതിയിൽ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, സൈൻ ചെയ്ത് കൊടുക്കാനും പോയില്ല. പക്ഷെ എനിക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടിങ്ങനെ എന്താ പറയുക, ഇൻസൾട്ട് ചെയ്ത് എനിക്കിന്ന് കൊടുക്കേണ്ട വന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ നിമിഷം വരെയും, നമുക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഈ കുട്ടികൾക്ക് നിങ്ങളെ പോലത്തെ ഒരു അച്ഛൻ വേറെ ഉണ്ടാവത്തില്ല. എനിക്ക് രണ്ടാമതൊരു ഭർത്താവിനെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ 2 കുട്ടികൾക്ക് സ്വന്തം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് രണ്ടാമതൊരച്ഛനെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും വർഷങ്ങൾ, കാരണം കോടതിയിൽ 7-8 വർഷമായി കേസ് നടക്കുന്നു. ഈ 7-8 വർഷവും ഓർത്തിട്ട്, ഈ പിള്ളേരുടെ മുഖം ഓർത്തിട്ട് മാത്രം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സൈൻ ചെയ്ത് കൊടുക്കാണ്ട് നമ്മളെ പല രീതിക്ക് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്ത് നമ്മളോട് തന്നെ നമുക്ക് നാണമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിനൊടുവിൽ നമുക്കത് കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് ഇതേപോലത്തെ ഒരു എന്താ പറഞ്ഞ 2 മക്കളെ, 2 കുഞ്ഞുങ്ങളെ, ഇതേപോലത്തെ ഒരു നല്ലൊരു കുട്ടികളെ ഈ 2 നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റി. നാളെ നിങ്ങളിപ്പം എന്നെയും എൻ്റെ പിള്ളേരെയും വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോയാൽ സ്വന്തം ഈ കുട്ടികളുടെ അത്രയും വരുമോ വേറെ കുട്ടികൾ? എന്നാലും നിങ്ങൾക്ക് നോക്ക്. കാരണം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്നാ പറയാനാ, ഓക്കെ, എന്താണോ തോന്നുന്നത് മുന്നോട്ടുള്ള ലൈഫിലേക്ക് അത് ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് എന്ത് ശരി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷേ വേറൊന്ന് ചിന്തിക്കണം, എൻ്റെ മക്കൾക്കും എനിക്കും നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാനത്ത് എനിക്ക് വേറൊരു ഭർത്താവും ഇല്ല, എൻ്റെ 2 കുട്ടികൾക്ക് വേറൊരു അച്ഛനും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ? കാരണം എനിക്കുള്ളത് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഈ 2 പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം. നിങ്ങൾ ഓടിച്ചാടി കെട്ടുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ലൈഫിനോട് തന്നെ നമ്മൾ മടുത്തു. ഒരു വട്ടം കിണറ്റി ചാടി കഴിഞ്ഞാൽ പിന്നെ ചാടത്തില്ല. കാരണം ആ കിണറ്റി ചാടുമ്പം തന്നെ നമ്മൾ ഡയറക്റ്റ് കിണറ്റിലേക്ക് പോയിട്ട് ഒറ്റയടിക്ക് ചാവുമല്ലോ.